ഇപ്പോൾ നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന പന മറിച്ചിട്ട് അദ്ദേഹത്തെ വീണ് മരിച്ച സംഭവത്തിൽ ആൻമരിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ നിന്നും അർച്ചന വിനോദ് ചേരുന്നുണ്ട്. തത്സമയം അർച്ചന, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ സംസ്കാരം നടക്കുമോ? വിനിഷ, തീർച്ചയായും അല്പസമയത്തിനുള്ളിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. അതിനുശേഷം വീട്ടിലേക്ക്, അതായത് തൃശ്ശൂരിലെ പുതുക്കാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് ശേഷം ഇന്ന് തന്നെ സംസ്കാര നടപടികൾ നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം. ഇന്നലെയാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 5 മണിക്ക് ആൻമരിയും അതുപോലെ സുഹൃത്ത് അൽത്താഫും ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഈ പന ദേഹത്തേക്ക് മരണപ്പെട്ടത്. ഒരാൾ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അൽത്താഫ് ചികിത്സയിൽ തുടരുകയാണ്. അൽത്താഫിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. കുടുംബങ്ങളും അതുപോലെ ജനപ്രതിനിധികളെല്ലാം തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാനായി മോർച്ചറിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം MLA ആന്റണി ജോണാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ രൂക്ഷമായ കാട്ടാന ശല്യം പ്രദേശത്തൊക്കെ ഉണ്ട് എന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത്. പ്രദേശത്ത് ആനശല്യമുള്ള മേഖല തന്നെയാണ്. നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിരോധ മാർഗങ്ങൾ, അവിടെ 5 കിലോമീറ്റർ ദൂരത്തിൽ ഈ ചെമ്പൻകുഴി, നീണ്ടപാറ, കരിമണൽ ഈ മേഖലയാകെ കവർ ചെയ്യുന്ന നിലയിൽ 5 കിലോമീറ്റർ ദൂരത്താണ് 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ RRTയുടെ സേവനം ആ മേഖലയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ, മിനിമാസ്റ്റ് ലൈറ്റുകളും അതോടൊപ്പം തന്നെ പുതിയതായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വാഹന സൗകര്യമടക്കം ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു വാഹനം കൂടി ഇപ്പോൾ നഗരമ്പാറ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാധ്യമായ നിലയിലുള്ള എല്ലാ മാർഗങ്ങളും അവിടെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലാണ് MLAയുടെ വാക്കുകൾ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. തുടർന്ന് വീട്ടുകാർക്ക് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും ഇവരുടെ ജന്മസ്ഥലമായ പുതുക്കാടേക്ക് കൊണ്ടുപോകുക. അവിടെയാണ് പൊതുദർശനത്തിനേക്കും അതുപോലെ പള്ളിയിൽ അടക്കമൊക്കെയുള്ള ഏർപ്പാടുകളൊക്കെ കുടുംബം ചെയ്തിട്ടുണ്ട്. വിനിഷ. ശരി അർച്ചന, ഇന്നലെ നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൻമരിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്കിറക്കും. തൃശ്ശൂർ പുതുക്കാട്ടുള്ള വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടെ ഇന്നലെ ആൻമരിയയുടെ കൂടെ ഉണ്ടായിരുന്ന അൽത്താഫിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ആശ്വാസകരമായ ആരോഗ്യസ്ഥിതിയാണ് അൽത്താഫിനുള്ളത് എന്നാണ് അർച്ചന റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുന്നത്.